ഇതോടെയാണ് നടൻ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഭേദപ്പെട്ട അഭിപ്രായവുമായി ചിത്രം പ്രദർശനം തുടരവേ അപ്രതീക്ഷിതമായാണ് റിവ്യൂ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. സിനിമയെ വിമർശിച്ച ആദർശ് എന്ന വിദ്യാർത്ഥിയെ ജോജു ജോർജ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജോജു ജോർജ്. പണി സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ജോജു ജോർജ് പറയുന്നത്. ഈ വിവാദത്തിന്റെയും ഫോൺ കോളിന്റെയും പേരിൽ താൻ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും ജോജു ജോർജ് പറയുന്നുണ്ട്. മനോരമയിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ജോജു മനസ്സ് തുറന്നത്. തീർച്ചയായും പണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം തന്നെയായിരുന്നു. തന്റെ ജീവിതത്തിൽ വേണ്ടാത്തൊരു കാര്യമായിരുന്നു അത്. പക്ഷേ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് റിവ്യൂ പറഞ്ഞയാളെ ഭീഷണിപ്പെടുത്തി എന്ന നിലയിലായിരുന്നു. തനിക്ക് മുൻപരിചയം പോലുമില്ലാതെ ഒരാളെ ഭീഷണിപ്പെടുത്തി എന്ന നിലയിലാണ് അത് വന്നത്. താൻ അതിൽ അസഭ്യമായി സംസാരിക്കുകയോ തെറി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ജോജു ജോർജ് പറയുന്നത്. തന്നെ ഭയങ്കരമായിട്ട് അത് ബാധിച്ചു, തന്റെ ഫാമിലിയൊക്കെ ബാധിച്ചുവെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്തുവെന്ന പേരിലാണ് തന്നെ ക്രൂശിക്കുന്നത്. എന്നാൽ ഒരിക്കലും അത് അങ്ങനെ ആയിരുന്നില്ല എന്നും താൻ ഉദ്ദേശിക്കാത്ത കാര്യം അവർ ചർച്ച ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ജോജു ജോർജ് പറയുന്നത്. പണി സിനിമയ്ക്കെതിരെ മോശം ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രഷറിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. വളരെ ആഗ്രഹത്തോടെ ചെയ്ത സിനിമയായിരുന്നു പണി എന്നും താരം പറയുന്നുണ്ട്. താൻ ഒരിക്കലും അഭിപ്രായം പറഞ്ഞ ആളുടേതല്ല മേക്കിട്ട് കയറിയത്. ഒരാൾ കൃത്യമായ ഉദ്ദേശത്തോടെ മോശം കമന്റുകൾ നിരന്തരം പലയിടത്തും പോസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഫോൺ വിളിച്ചത്. പക്ഷെ അത് താൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്നും തന്റെ ടീച്ചർമാർ വരെ അമ്മമാരെ പോലെ കാണുന്നവർ തന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞുവെന്നും ജോജു ജോർജ് വ്യക്തമാക്കി. ഭയങ്കരമായ മോശം വാക്കുകളാണ് തനിക്കെതിരെ ഉപയോഗിച്ചത്. താൻ ചുരുളിയിൽ പച്ച തെറി പറഞ്ഞുകൊണ്ട് അഭിനയിച്ച ആളാണ്. എന്നാലും പറയാം, സിനിമ മാത്രമാണ് തനിക്ക് വിഷയം, മറ്റൊരു അജണ്ടയും തനിക്കില്ല. തനിക്ക് കോൺഗ്രസിനോട് ഒരു വിരോധവുമില്ല എന്നും ജോജു ജോർജ് വിമർശനങ്ങളോട് പ്രതികരിച്ചു. സംവിധായകനും ഛായാഗ്രാഹകനുമായ വേണുവുമായി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും താൻ സംവിധായകനാകാൻ കാരണം അദ്ദേഹമാണെന്നും ജോജു ജോർജ് വ്യക്തമാക്കി. അവിടെയും വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു. റിലീസിന് മുമ്പ് പോലും അദ്ദേഹവുമായി സംസാരിച്ചുവെന്ന് പറഞ്ഞ ജോജു അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും വ്യക്തമാക്കി. മാത്രമല്ല, സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി നടത്തിയ ഓഫ് റോഡ് റൈഡ് വിവാദമായതോടെ താൻ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് പോകാറില്ല എന്നും പലതിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ജോജു ജോർജ് ചൂണ്ടിക്കാട്ടി. കൂടാതെ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒഴിവാക്കിയെന്നും ഇപ്പോൾ താൻ മീഡിയയിൽ സജീവമല്ലെന്നും താരം കൂട്ടിച്ചേർത്തു. അതേസമയം ജോജു ജോർജ് ഓഫ് റോഡ് റേസിൽ വാഹനം ഓടിക്കുന്നത് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതോടെ ജോജുവിനെതിരെ കേസ് എടുക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഇടുക്കി ജില്ലയിൽ ഓഫ് റോഡ് മത്സരത്തിനിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇത്തരം വിനോദങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ജില്ലയിൽ ഓഫ് റോഡ് റേസ് നടത്താൻ പാടുള്ളൂ. ഇത് ലംഘിച്ചതിനായിരുന്നു നടനെതിരെ അന്ന് കേസെടുത്തത്. 2002 കേസിന് ആസ്പദമായ ആ സംഭവം ഉണ്ടാകുന്നത്. അതേസമയം ജോജു ജോർജിന്റെ പണി സിനിമയുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജോജു ജോർജിന് വലിയ തോതിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നത്. പണി സിനിമയെക്കുറിച്ച് വിമർശനാത്മകമായ റിവ്യൂ എഴുതിയതിന് ജോജു ജോർജ് ആദർശിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. നിന്നെ ഞാൻ എല്ലാ സിനിമയും കാണിക്കുന്നുണ്ട്, എന്റെ മുന്നിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ, ഞാൻ പ്രകോപിതനായാൽ നീ മുള്ളിപ്പോകും, 20 കോടിയോളം രൂപ ചിലവാക്കി നിർമ്മിച്ച ചിത്രത്തിനെതിരെ നീ എഴുതി വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു എന്നൊക്കെ ജോജു പറയുന്നതായിരുന്നു ആദർശ് പുറത്തുവിട്ട ഓഡിയോയിലുണ്ടായിരുന്നത്. ജോജുവിനെതിരെ ആദർശ് എന്ന യുവാവും ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു. പണി സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റ് കൊടുത്തത് ചോദ്യം ചെയ്യപ്പെടണമെന്നും കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് താൻ റിവ്യൂ എഴുതിയതെന്നും സിനിമ മോശമാണെന്ന് എവിടെയും താൻ പറഞ്ഞിട്ടില്ല എന്നും ആദർശ് പറഞ്ഞിരുന്നു. ജോജുവിനോട് സഹതാപം മാത്രമാണ്, ഭയമല്ല ഉള്ളതെന്നും ജനങ്ങൾ മണ്ടന്മാരല്ല, നല്ല ചിത്രങ്ങളും മോശം ചിത്രങ്ങളും ജനങ്ങൾ തിരിച്ചറിയുമെന്നും ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ വളരെയധികം വയലൻസ് ഉള്ളതാണെന്നും ആദർശ് പറഞ്ഞിരുന്നു. 8-10 വയസ്സുള്ള കുട്ടികൾ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ട ഏതെങ്കിലും രീതിയിൽ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചാൽ ജോജു ജോർജോ അല്ലെങ്കിൽ ഇവിടുത്തെ സെൻസർ ബോർഡോ സമാധാനം പറയുമോ എന്നും അങ്ങനെയുള്ളവർക്ക് ഒരു ട്രിഗറിംഗ് ഉണ്ടാവരുതെന്ന് മുൻനിർത്തിക്കൊണ്ടാണ് താൻ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതെന്നും അല്ലാതെ ആ സിനിമയെ ഏതെങ്കിലും രീതിയിൽ ഡീഗ്രേഡ് ചെയ്യണമെന്ന് കരുതിയിട്ടില്ല എന്നും ആദർശ് വ്യക്തമാക്കിയിരുന്നു. തന്റെ ഫോൺ കോൾ വിവാദത്തെക്കുറിച്ച് നടൻ ജോജു ജോർജും സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി എത്തിയപ്പോൾ പ്രതികരിച്ചിരുന്നു. താനിപ്പോൾ എയറിലാണ്, താൻ ഭീഷണിപ്പെടുത്തിയെന്ന കഥകളാകും നിങ്ങൾ കേൾക്കുന്നത്. ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞതിലല്ല വിളിച്ചത്. സിനിമ ടിക്കറ്റ് എടുത്തവർ എല്ലാം അഭിപ്രായം പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. പക്ഷെ ഒരു പോസ്റ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ചു. അതിന്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങൾക്കിടെ താൻ ഒരു കോൾ ചെയ്തു പോയി. എന്നാൽ താൻ വിളിക്കാൻ പാടില്ലായിരുന്നുവെന്നും പക്ഷെ ചെയ്തു പോയി എന്നുമാണ് ജോജു ജോർജ് അന്ന് പറഞ്ഞത്. തന്റെ പിള്ളേർക്ക് ഇപ്പോൾ യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഒരുപാട് പേർ സിനിമ ആഗ്രഹവുമായി നടക്കുന്നവരുണ്ട്. അങ്ങനെ 8-ാം വയസ്സിൽ പഠിക്കുമ്പോൾ തനിക്ക് തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു സിനിമയെന്നും നമ്മുടെ നാട്ടിൽ ഒരു അംഗീകാരമൊക്കെ കിട്ടാൻ വേണ്ടിയാകും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വരെ എത്താൻ സാധിച്ചു. ഒരു സിനിമ സംവിധാനം ചെയ്യാനും തനിക്ക് സാധിച്ചു എന്നാണ് ജോജു അന്ന് പറഞ്ഞത്. വിവാദത്തിൽ ജോജു ജോർജിനെ പിന്തുണച്ചുകൊണ്ട് ബിഗ് ബോസ് താരം അഖിൽ മാരാറും രംഗത്തെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.